Hi. In today's session, we are going to continue the number system. In previous class, we discussed types of numbers, odd even properties, prime numbers, composite numbers, etc. So in this session, we are going to see expanded sum of digits and number of zeros. നമ്മൾ ഈ സെഷനിൽ ഒരു ഡിജിറ്റ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും പിന്നെ ട്രെയിലിംഗ് സീറോസ് എത്രയെണ്ണം ഉണ്ടെന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം എത്ര ട്രെയിനിങ് സീറോസ് ഒരു നമ്പറിനെ ഫോളോ അപ്പ് ചെയ്യും എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ് ഇന്ന് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. എക്സ്പാൻഡഡ് ഫോമിനകത്ത് നമ്മൾക്ക് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 2 ഡിജിറ്റ് നമ്പറോ 3 ഡിജിറ്റ് നമ്പറോ ഒക്കെ ചോദിച്ചിട്ട് ഈ നമ്പറിനെ റിവേഴ്സ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് വരിക. എന്നപ്പോൾ നമുക്ക് എക്സ്പാൻഡഡ് ഫോം ഒരു ഡിജിറ്റിന്റെ എക്സ്പാൻഡഡ് ഫോം അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 3 ഡിജിറ്റ് നമ്പർ എടുക്കാം. 2, 3, 6 എന്നുള്ളത് 3 ഡിജിറ്റ് നമ്പർ എടുക്കാം. ഓക്കെ, ഈ 3 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഷൻ ഫോമിൽ എഴുതാൻ പറ്റും? ഇതിന്റെ 100th പ്ലേസിൽ കിടക്കുന്ന ആരാ? 2. ഓക്കെ, ഈ 2 ആണ് 100th പ്ലേസിൽ കിടക്കുന്നത്, 3 ആണ് 10th പ്ലേസിൽ കിടക്കുന്നത്, 10th പ്ലേസിൽ കിടക്കുന്നത്. ഇതാണ് യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, നമ്മൾ 100th പ്ലേസിൽ കിടക്കുന്നതാണ് എങ്ങനെ എഴുതാം? 2 into 100 അല്ലേ, പ്ലസ് 3 into 10 പ്ലസ് 6 into 1. നോക്കിക്കേ, 100ന്റെയും 10ന്റെയും ടേമില് നമ്മൾ ഈ ഡിജിറ്റിനെ ഡിവൈഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇങ്ങനെ നമ്മളെ കൂട്ടി നോക്കിക്കേ, 200 പ്ലസ് 30 പ്ലസ് 6 ആണ് 236. സിമിലർലി നമുക്ക് കുറച്ചുകൂടി ജനറലൈസ്ഡ് വേർഷൻ എഴുതാം. ഓക്കെ, നമുക്ക് എ ബി സി എന്ന് പറയുന്ന 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാം. 100 into A plus 10 into B plus C എന്ന് എഴുതിക്കൂടെ? ഇത്രയുള്ള എക്സ്പാൻഡഡ് ഫോമിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതെങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, നോക്കൂ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. A number consists of 3 digits, of which the middle one is 0 and their sum is 4. If the number formed by interchanging the first and last digits is greater than the number itself by 198, the difference between the first and last digits is. ഇങ്ങനെ കൂട്ടത്തിൽ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും. നമുക്ക് ഓരോ സെന്റൻസ് വീതം നമുക്ക് ഇക്വേഷൻ ആക്കാൻ പറ്റും നോക്കാം. ഓക്കെ, a number consists of 3 digits in which the middle one is 0. നമുക്ക് 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ദാറ്റ് ഈസ് എ ബി സി. അതിന്റെ മിഡിൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നു? ഈ ഡിജിറ്റ്സിന്റെ എല്ലാം സം എന്ന് പറയുന്നത് 4 ആണ്. അതായത് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 4. അതിൽ ബി എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 0 ആണ്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എ പ്ലസ് സി ഈക്വൽ ടു 4. ഇതവിടെ എഴുതി മാറ്റി സൈഡിലാക്കി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് സെന്റൻസ് വായിച്ച് ഓക്കെ, ഇഫ് ദ നമ്പർ ഫോംഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ. ഓക്കെ, ആ നമ്പർ ഏതാ? സി ബി എ. ഓക്കെ, സി ബി എ എന്ന് പറയുന്നത് എൽ ബി സിനെക്കാട്ടിൽ 198 കൂടുതലാണെന്നാണ് അടുത്ത് എഴുതിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? സി ബി ഈക്വൽ ടു എ ബി സി പ്ലസ് 198. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എ ബി സിനെയും സി ബി എനെയും ഒന്ന് എക്സ്പാൻഡ് ചെയ്യണ്ടേ? എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? 100 സി പ്ലസ് 10 ബി പ്ലസ് എ ഈക്വൽ ടു 100 എ പ്ലസ് 10 ബി പ്ലസ് സി
പ്ലസ് 198. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുക. ഇതിൽ നിന്നും നമുക്ക് ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മുടെ വേരിയബിൾസ് അടങ്ങിയിട്ടുള്ളത് എഴുതാം. 100C മൈനസ് അപ്പുറത്തെ സൈഡിൽ എന്ത് കിട്ടും? C പ്ലസ് 10B മൈനസ് 10B. ബി എഴുതേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി 0 ആണ്. പക്ഷെ നമ്മൾ ജനറലി 0 ആവണമെന്നില്ല. എന്നാലും നടുക്കത്തെ വാല്യൂല് വലിയ വ്യത്യാസം വരുന്നില്ല എന്നുള്ളൊരു പോയിന്റ് അവിടെ മനസ്സിലായത് കരുതും. പ്ലസ് A മൈനസ് 100A എന്ന് പറയുന്നത് എത്രയാവാൻ? 198. ഓക്കെ, that is 99C plus not plus minus 1 minus 100 minus 99 A equal to 198. 99 പുറത്തെടുത്ത് 99 equal to 193. Therefore C minus A equal to 198 by 99, that is 2. ഓക്കെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ സെന്റൻസില് തമ്മിൽ 4 ആണെന്ന് പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നല്ലേ. സോ അതൊക്കെ ഇൻഫർമേഷൻസ് എല്ലാം വിശ്വസിക്കുന്നത്. പക്ഷെ കണക്കിപ്പോഴും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമുക്ക് ഈ സമ്മ് A CM സബ്ബില് നമുക്ക് സമ്മ് തന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാവും. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ്. ഇവിടെ സംശയം വരാൻ പറ്റുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എന്തായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡിഫറൻസ് ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഡിജിറ്റ് മൈനസ് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് C മൈനസ് A ആണെങ്കിലും കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. സെയിം രീതികൾ തന്നെ, പക്ഷെ ഇവിടെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, അതിനാൽ നമുക്ക് ഇനിയും പഠിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് ട്രailing സീറോസ് ആണ്. അതായത് നമുക്ക് അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, നമുക്ക് കുറെ നമ്പേഴ്സിന്റെ പ്രോഡക്ട്സ് തന്നിട്ട് ഇതിനകത്ത് എത്ര സീറോസ് കാണും, മീൻസ് അവസാനം എൻഡ് ചെയ്ത് എത്ര സീറോസ് കാണും എന്നുള്ള ചോദ്യം വരാം. അല്ലെങ്കിൽ എക്സ്പോണന്റ് ഫോമില്, അതായത് 2�3, ആ എക്സ്പോണൻഷ്യൽ ഫോം എന്തെന്ന് എഴുതുന്നു, ആ ഫോമില് തന്നിട്ട് അത് എത്ര സീറോസ് ആണെന്ന് എഴുതും. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ എക്സ്പോണൻസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാം. A raised to m into A raised to n equal to A raised to m plus 10. ഇനി A raised to m divided by A raised to n equal to A raised to m മൈനസ് n. എന്ന് പറയുന്നത് നമ്മുടെ ബേസ് നമ്പറും മേളത്തെ എക്സ്പോണന്റ് നമ്പറുടെ വ്യത്യാസമുള്ള ഫോർമുലാസ് ആണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, ഇനി A raised to m whole raised to n എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോണൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു n. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ്പോണൻസ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അതേസമയം ഹോൾ റേസ്റ്റ് വരുമ്പോൾ അവർ തമ്മിൽ പ്രോഡക്റ്റ് എടുക്കാം. സോ ഇനി നമുക്ക് ടൈപ്പ് 1ലേക്ക് പോകാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ 45 into 30 into 64 into 25 into 135 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോഡക്റ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് എത്ര സീറോസ് വരും ഇവരുടെ പ്രോഡക്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് നമുക്ക് 0 വരുന്നത്? 10ന്റെ വാല്യൂസ്. 10 എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? 2 into 5. അന്നപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രൊഡക്റ്റിനകത്ത്
എത്ര 2 എത്ര 5 ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അതാകുമ്പോൾ അവരുടെ കോമൺ ആയിട്ടുള്ള ഇതിൽ നമുക്ക് 10ന്റെ അതായത് ഫോളോ അപ്പ് ചെയ്യുന്ന സീറോസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ശ്രദ്ധിച്ചേ, 45 എന്ന് പറയുന്നത് എത്ര 5 ഉണ്ട്? 9 into 5 ആണ്. ഓക്കെ, ഇനി 13 എങ്ങനെ എഴുതാം? നമുക്ക് 2 5 ആണ് എടുത്തറിയേണ്ടത്. അതുകൊണ്ട് 30ൽ 2 into 3 into 6 into 5 എഴുതാം. അത് 2 into 3 into 5 into 64 64 എന്ന് പറയുന്നത് 8 into 8 ആണ്. അതായത് 8 എന്ന് പറയുന്നത് 2 cube ആണ്. 8 2 cube. ഇനി 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ് 25. ഓക്കെ, ഇൻറ്റു 135 എന്ന് നമ്മൾ 5 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 into 27. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എത്ര നമ്മൾ 3 ഒന്നും എടുത്ത് എഴുതുന്നില്ല. എത്ര 5 ഉണ്ട്? 5ന്റെ എണ്ണം നോക്കിക്കേ, 1 2 3 and 4 5. 5ന്റെ എണ്ണം 5/5. ഓക്കെ, 5/5. ഇനി 2ന്റെ എണ്ണം നോക്കിക്കേ, 2 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. 1 plus 3 വീണ്ടും 1 2 3. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ a/m into a/n എന്നാണ്. a/m plus n ആണല്ലോ. 3 plus 3 മറ്റേ പ്ലസ് 1. ഇപ്പൊ തന്നെ 7 ആയി. 7 കഴിഞ്ഞിട്ട് വേറെ 2 ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് 2/7. ഇനി നോക്കിക്കേ, ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 5ന്റെ ഇതല്ലേ, 5/5 അല്ലേ ഏറ്റവും ചെറുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5/5 into 2/5 into 2/2. ഇതല്ലേ 10/5. ഇവിടെ 10/5 എത്ര സീറോസ് കാണും? 10 ആണ് നമ്മുടെ ബേസ് വാല്യൂ. ആ ബേസ് വാല്യൂയിൽ ഒറ്റ സീറോ അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 into 5 ആണ് നമുക്ക് വേണ്ടുന്ന നമ്പർ ഓഫ് സീറോസ്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് 5ന്റെയും 2ന്റെയും എക്സ്പോണൻസ് എത്രയെണ്ണം ഉണ്ടെന്നുള്ള കാര്യവും പിന്നെ അവർ കോമൺ ആയിട്ട് 10ന്റെ പ്രൊഡക്റ്റോ എക്സ്പോണന്റോ ആവുമല്ലോ. ആ നമ്പറാണ്, ആ എക്സ്പോണന്റ് 10ന്റെ മേളിലുള്ള ആ എക്സ്പോണന്റ് ആണ് നമുക്ക് ആവശ്യം. പിന്നെ ഇവിടെ 10 ആയതുകൊണ്ട് തന്നെ വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം 20/4 ആണെങ്കിൽ ഇവിടെ എത്ര സീറോസ് വരും? ഇതാണ് നമ്മുടെ ബേസ് വാല്യൂ. ഈ ബേസ് വാല്യൂയിൽ ഒറ്റ സീറോ ഉള്ളൂ. 1 into 4 ആണ് നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് സീറോസ്. ഇനി 100 ഹോൾ സ്ക്വയർ ആണെങ്കിലോ ഇവിടെ ബേസ് വാല്യൂയിൽ 2 സീറോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 into എക്സ്പോണന്റ് എന്നപ്പോൾ 400. ഓക്കെ, ഇതാണ് ഓവറോൾ ഐഡിയ. നമ്മൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? എത്ര 2ഉം എത്ര 5ഉം ഉണ്ടെന്ന് എന്താ അതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ. അതായത് ഇപ്പം 5ന് എന്താണ് കുറവെങ്കിൽ അത്രയും നമ്പർ ഓഫ് 10s അവിടെ കാണും അല്ലേ. ബാക്കി എന്താ പറഞ്ഞാൽ 5 പ്രാവശ്യം 5 5കളും 5 2കളും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 10 കിട്ടും. ബാക്കിയുള്ള ഈ 2/7 ബാക്കിയുള്ള 2 2s നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഹോൾ ഐഡിയ. മനസ്സിലായത് ചിലപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, how many zeros are there at the end of the following product? 1 into 5 into 10 into. ഓക്കെ, ഇതില് നമുക്ക് ആ പ്രോഡക്റ്റ് കണ്ടിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് 2 എത്രയെണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഞാൻ ആ ഫുൾ ഇക്വേഷൻ എടുത്തട്ടെ. ഓക്കെ, ഈ പ്രോഡക്റ്റിനകത്ത് നോക്കിയേ, ഫസ്റ്റ് 1 2 ഇല്ല, 5 2 ഇല്ല, ഇനി 10 ഒരു 2 ഉണ്ട്, ഇനി 15 2 ഉണ്ടോ? ഇല്ല.
20ക്കകത്ത് എത്ര 2 ഉണ്ട്? 4 into 5 ആണ് 20. അപ്പോൾ 20ക്കകത്ത് 2 into 2 ഉണ്ട്. ഓക്കെ. ഇനി 30ക്കകത്ത് എത്രയാണ്? 2 into 15 അല്ലേ? എന്നപ്പോൾ ഒരു 2. ഇനി 40ക്കകത്ത് 8 into 5 അല്ലേ? അതായത് 2 into 2 into 2. Again 50ക്കകത്ത് 2 into 5 സ്ക്വയർ അല്ലേ? 60ക്കകത്തോ 4 into 15 ആണ്. അപ്പോൾ 2 into 2 വരും. ഓക്കെ. ഇനി ഇതിനകത്ത് എത്ര 2 നമ്മൾ നോക്കി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So the required number of zeros will be 10. Option A. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ടൈപ്പ് 1 പറഞ്ഞു. പ്രോഡക്ട്സും എക്സ്പോണൻസും വരുമ്പോൾ നമുക്ക് എത്ര സീറോ ആണെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് ഫാക്ടോറിയൽസ്. ഫാക്ടോറിയൽസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഫാക്ടോറിയൽസ് എന്ന് പറയുമ്പോൾ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 1 into 2 into 3 into 4. ഇനി 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 into 3 into 4 into 5, which is equal to 120. നോക്കിക്കേ, ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 6, ഇവിടെ 6 into 4 24. സോ നമ്മൾ ഫസ്റ്റ് 0 വരുന്നത് എവിടെയാണ്? 5 ഫാക്ടോറിയലിനകത്താണല്ലേ. കാരണം എന്താ? അവിടെയാണ് നമ്മുടെ ആദ്യത്തെ 5 വരുന്നത്. ഇനി എവിടെയാണ് അടുത്ത 5 വരുന്നത്? 10 ഫാക്ടോറിയലിനകത്തായിരിക്കും. സോ ഒരു 5 വന്നപ്പോൾ ഒരു 0. അങ്ങനെയാണെങ്കിൽ 10 ഫാക്ടോറിയലിനകത്ത് 2 5 ഉണ്ട് അതിനകത്ത്. നമ്മൾ 15 ഫാക്ടോറിയലിനകത്ത് എത്ര സീറോസ് കാണും? 3 സീറോസ് കാണും. 20 ഫാക്ടോറിയലിനകത്ത് എത്ര സീറോസ് കാണും? 4 സീറോസ് കാണും. 25 ഫാക്ടോറിയലിനകത്ത് എത്ര സീറോസ് കാണും? 6 സീറോസ് കാണും. വൈ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 25 ഫാക്ടോറിയലിനകത്ത് 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 25 ഉണ്ട്. ഇതിൽ ഒരു 5 ഉള്ളൂ, 10ൽ ഒരു 5 ഉള്ളൂ, 15ൽ ഒരു 5 ഉള്ളൂ, 20ക്കകത്തും ഒരു 5 ഉള്ളൂ. പക്ഷേ 25നകത്ത് 5 into 5 അല്ലേ? എന്നപ്പോൾ ഇവിടെ എത്ര 5 ആയി? 6 5 ആയി. അതുകൊണ്ടാണ് 25 ഫാക്ടോറിയൽ വന്നപ്പോൾ 6 വന്നത്. ഓക്കെ. എന്നപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? നമുക്കൊരു നമ്പറിന്റെ ഫാക്ടോറിയൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എത്ര 5 ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. കാരണം എന്താ? 2 ഇഷ്ടം പോലെ കാണും. കാരണം ഈവൻ നമ്പേഴ്സ് എല്ലാം ഉണ്ട്, ഈവൻ നമ്പേഴ്സ് ഇൻഫിക്റ്റിംഗ് ഉണ്ട്, ഈവൻ നമ്പേഴ്സ് എല്ലാം 2 ഡിവിസിബിൾ ആണ്. 5നാണ് ഇവിടെ സ്കെയർസിറ്റി കൂടുതൽ. അതുകൊണ്ട് നമ്മൾ 5 എന്ന് കണ്ടുപിടിച്ചാൽ. ഓക്കെ. ക്വസ്റ്റ്യൻ. ഇതിനു മുമ്പേ നമുക്ക് വേറൊരു കുറച്ച് എക്സാമ്പിൾസ് കൂടി ചെയ്യാം. എങ്ങനെ നമുക്ക് ഈ ഫാക്ടോറിയൽസ് വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ എങ്ങനെ അതിനകത്ത് എത്ര 5 ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ഫോർ എക്സാമ്പിൾ കൺസിഡർ 126 ഫാക്ടോറിയൽ. ഇതിനകത്ത് എത്ര 5 ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ. നമ്മൾ ഈ 126 ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുള്ള 5 വെച്ച് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റിമൈൻഡേഴ്സ് ഒന്നും നോക്കണ്ട. ഏറ്റവും അടുത്ത് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റെ ആണ് നോക്കാം. ഇതിനകത്ത് 126-നകത്ത് 125 അല്ലേ? അത് 25 into 5 അല്ലേ? 125 വീണ്ടും 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ 5 കിട്ടും. 5 വെച്ച് ഡിവൈഡ് ചെയ്യാം, 1 കിട്ടും. ഇത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25 എന്ന് പറയുന്നത് ഒരു തവണ 5 വരുന്ന, അതായത് 5⁻1 പവറിലുള്ള എത്ര 5 ഉണ്ടെന്നാണ് അതിനകത്ത് വരുന്നത്. ഈ 5 എന്ന് പറയുന്നത് എത്ര 5ന്റെ സ്ക്വയർ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 5ന്റെ ക്യൂബ് എത്ര ഉള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 25ഉം 5ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 31. ഇതാണ് ഇതിനകത്തുള്ള 5ന്റെ എണ്ണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എത്ര സീറോ കാണും? നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത്
സീറോസ് എന്ന് പറയുന്നത് 31 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ലോങ് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. 3m ഇൻറ്റു 3, ഇത് 3m അല്ല കേട്ടോ, 3m ആണേ. ഇത് 3m ആണേ. 3m ഇൻറ്റു n എന്നാണ് തന്നിരിക്കുന്നത്. 3യുടെ ഏത് പവറാണ് അതും. ഈ പ്രൊഡക്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് 15 ഫാക്ടോറിയലാണെന്ന് മനസ്സിലായോ? നോക്കിക്കേ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ 15 വരെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ 15 ഫാക്ടോറിയലാണ് തന്നിരിക്കുന്നത്. അതിന് 3m ഇൻറ്റു n എന്ന് തന്നിട്ടുണ്ട്. 15 ഫാക്ടോറിയലിനകത്ത് എത്ര 3 ഉണ്ടെന്ന് നോക്കാം അല്ലേ? 15 വരുമ്പോൾ നമുക്ക് 3, 6, 9, 12 and 15. ഇതാണ് 3യുടെ മൾട്ടിപ്പിൾസ്. 15 ഫാക്ടോറിയലിനകത്തുള്ള 3യുടെ മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇത് ഒരു 3, ഇതൊരു 3, ഇതിനകത്ത് 2 3, ഇതിനകത്ത് ഒരു 3, ഇതിനകത്ത് ഒരു. അപ്പോൾ ടോട്ടൽ 1 + 1 2, 2 + 2 4, 5 6. അപ്പം 3⁶ ഇൻറ്റു സം ഡിജിറ്റ് ഈസ് 15 ഫാക്ടോറിയൽ. ആൻസർ ബി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് നമുക്ക് 15 ഫാക്ടോറിയലിനകത്ത് എത്ര കോയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അത് (10) ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ മോഡ്യൂളിൽ നമ്മൾ ഡിജിറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമ്പർ ഓഫ് ട്രില്യൺ സീറോസും നമ്മൾ ഡിസ്കസ് ചെയ്തു. I hope you understand this lecture. Thank you.